തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട്ട് വലിയ കോയിത്തമ്പുരാൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന കൊട്ടാരമാണ് ഈ കാണുന്നത്. വലിയ കോയിത്തമ്പുരാനും കുടുംബാംഗങ്ങളും അവധിക്കാലം ചിലവഴിക്കാൻ ഇവിടെ എത്തുമായിരുന്നു. നിരവധി സിനിമകളിലും സീരിയലുകളിലും നമ്മൾ ഈ കൊട്ടാരം കണ്ടിട്ടുണ്ട്. മുകളിൽ നിന്നാൽ ചുറ്റും ആരെയും ആകർഷിക്കുന്ന പ്രകൃതി ഭംഗി. ഇന്ന് ഈ കൊട്ടാരവും ചേർന്നുള്ള 100 ഏക്കർ വസ്തുവും സ്വകാര്യ വ്യക്തികളുടെ കൈവശമാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരം കാണുന്നതിനും അവിടെ ചെല്ലുന്നതിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഏറ്റവും ഉയരമുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ കൊട്ടാരം. അതിനാൽ ഇതിനെ മണിമലക്കുന്ന് കൊട്ടാരമെന്നും വിളിക്കുന്നു. കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ കൊട്ടാര വടപ്പിൽ നിന്നാൽ ഇളം കാറ്റ് നമ്മളെ തഴുകാനെത്തും. അത്ര നല്ല കുളിർമയാണ് ഇവിടെ നിന്നാൽ. സ്വകാര്യ വ്യക്തിയുടെ കൈവശമായതിനാൽ ഇത് മിക്കവാറും പൂട്ടിക്കിടക്കും. ഈ കൊട്ടാരം ഭാവി തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിന് പുരാവസ്തു വകുപ്പ് ഇത് ഏറ്റെടുക്കേണ്ടതാണ്. മഹാകവി കുമാരനാശാൻ്റെ തോന്നയ്ക്കലുള്ള ആശാൻ സ്മാരകവും മടൂർപ്പാറ ഗുഹാക്ഷേത്രവും ചെമ്പഴന്തിയിലുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലവും എല്ലാം ഇതിനോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുമെന്നതിൽ സംശയമില്ല. പ്രശസ്തമായ ശാന്തിഗിരി ആശ്രമവും അനുബന്ധ സ്ഥാപനങ്ങളും ഈ കുന്നിൻ്റെ ചരിവിലാണ്. കൊട്ടാരത്തിന് ചുറ്റുമുള്ള ഭൂമി 100 കണക്കിന് കെട്ടിടങ്ങളുള്ള ഒരു ടൗൺഷിപ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളവ പ്ലോട്ടുകളായി തിരിച്ച് ഗൃഹനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു.